എസ്.കെ. സജീഷ്, ഈ 12 കോൺഗ്രസ് പ്രവർത്തകർ അവർ ഇയാം പാർട്ടികളെ പോലുള്ളവർ മാത്രമാണ് CPM-ലേക്ക് വന്നിരിക്കുന്നതും അവർ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. മാത്രവുമല്ല, അത്ര ആത്മവിശ്വാസത്തോടുകൂടി പ്രതിപക്ഷ നേതാവ് അത് പറയണമെങ്കിൽ അത്ര കൃത്യമായിട്ടുള്ള അടിസ്ഥാന തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ ചെയ്തു എന്നതിൻ്റെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാവും. അത് ഈ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണവിരുദ്ധ വികാരം കൂടി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറയുന്നത് റിജിൽ മാക്കുറ്റിയാണ്. മറുപടി. ഡോക്ടർ അരുൺ, ഇതിൽ പ്രധാനം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡസനിലധികം 12ഓളം പ്രധാന നേതാക്കന്മാരാണ്. അതിൽ ഇവർ ഇയാമ്പാറ്റകൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നയാളും, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുക, കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിക്കുക, ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുക, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുക, DCCയുടെ ജനറൽ സെക്രട്ടറിമാരായി പ്രവർത്തിക്കുക, വാർഡ് മെമ്പറായി പ്രവർത്തിക്കുക, മുനിസിപ്പൽ കൗൺസിലറായി പ്രവർത്തിക്കുക. അപ്പോൾ ഇയാമ്പാറ്റകൾക്ക് കൊടുക്കുന്ന സ്ഥാനമാനങ്ങളാണ് കോൺഗ്രസിലെ ഈ സ്ഥാനമാനങ്ങൾ എന്നൊക്കെയാണോ പറയുന്നത്? അപ്പോൾ ഈ സ്ഥാനങ്ങളൊന്നുമില്ലാത്ത സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ റിജിൽ മാക്കുറ്റി എന്തായിരിക്കും വിശേഷിപ്പിക്കുക? അതിനപ്പുറത്തേക്കുള്ള പുഴുക്കളാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നാണോ? ചിറകുകൾ പോയാൽ പിന്നെ ഇയാമ്പാറ്റകൾ പുഴുക്കളായി മാറും. പുഴുക്കളെ പോലെയാണോ ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും മറ്റുള്ളവരെയും ഈ നേതാക്കന്മാരെ മാറ്റി നിർത്തിയാൽ ഇവർ വിശേഷിപ്പിക്കുക? അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും അതറിയാം, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പോലും പ്രവർത്തന രംഗത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ നമുക്കറിയാം. അവിടെയാണ് ഒരു മണ്ഡലത്തിനകത്ത് ഇത്രയും പേർ പ്രധാനികൾ വിട്ടുപോകുന്നത്. അതിനെ അവർക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റൂ, അത് അവർ വിശേഷിപ്പിക്കട്ടെ. അത് അവരുടെ ഗതികേട് എന്നല്ലാതെ അതിൽ വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഇതൊരു ട്രെൻഡാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് അവസാന നിമിഷം വരെ മുനിസിപ്പൽ കൗൺസിലർ വരെ ശ്രീ ബാസി ഉൾപ്പെടെ അവസാനം വരുന്ന സാഹചര്യത്തിലേക്ക് മാറിയത്. പിന്നെ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന തൃക്കാക്കരയും പുതുപ്പള്ളിയൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് റിജിൽ മാക്കുറ്റിയുടെ വിശേഷണം. അവിടെയൊക്കെ സഹതാപ തരംഗം ഉണ്ടായിരുന്നു. ഇവിടെ സഹതാപ തരംഗമല്ല, ഇവിടെ ഒരു ആശ്രിത തരംഗം അടിക്കുമോ എന്നാണ് നോക്കിയത്. ആ ആശ്രിത തരംഗം, പിൻഗാമി തരംഗം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവിടെ വിഭാഗീയതയുടെ തരംഗമാണ് കോൺഗ്രസിനകത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഒന്ന് ഈ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നിൽക്കുന്നു. KM മുരളീധരൻ സന്ദീപ് വാര്യരുമായി ഒരുമിച്ച് വേദി പങ്കിട്ടു. അതിൽ നിങ്ങൾ ഉയർത്തുന്ന വിഭാഗീയതയുടെ വ്യാജ വാർത്താ പ്രചരണമല്ലാതെ മറ്റൊന്നും കോൺഗ്രസിലില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, ചേലക്കരയിലേക്ക് ഒരു കേഡർ സ്വഭാവത്തിലല്ലേ കോൺഗ്രസ് പ്രവർത്തിച്ചത്? പാലക്കാട്ട് അവസാനത്തെ 3 ദിവസം കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നല്ലേ ഇരുചെവി പോലും അറിയാതെ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിച്ചത്? അതൊക്കെ കോൺഗ്രസിന്റെ പാർട്ടിയിലെ ഒരു കേഡർ സ്വഭാവത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തന രീതിയല്ലേ എസ്.കെ. സജീഷ്? അതിനെ അങ്ങനെ നമുക്ക് പരിഹസിക്കാൻ കഴിയുമോ? അല്ല ഡോക്ടർ അരുൺ, ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. താങ്കൾ പറഞ്ഞാൽ ഞാൻ കേട്ടു. ഞാൻ അതിനു കൂടി ചേർത്തങ്ങ് മറുപടി പറയാം. ഒന്ന്, സന്ദീപ് വാര്യരെ കുറിച്ച് പറയേണ്ടതെന്ന് കരുതിയതാണ്. കാരണം കുറേ നാളായി BJPയുമായി പിണങ്ങി നിൽക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് തന്നെ അറിയാലോ, ചർച്ചകളിന് പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ BJP മാറ്റി നിർത്തിയിരുന്നു. ഒരവസരം വന്നപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചു. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹം RSSനെ ഒന്നും പ്രധാനമായും തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിൽക്കണമെങ്കിൽ ശ്രീ സുധാകരൻ്റെ ഒപ്പം പോകാം. ഇനി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ ആട്ടി ഓടിക്കണം നിലപാടുള്ള ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിൽ തിരികെത്തിക്കണമെങ്കിൽ ഇനി PD സതീശൻ്റെയും കൂടി പോകാം. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നിലപാടിനെ എങ്ങനെയാണോ RSS BJP മൗനം പാലിക്കുന്നത്, അതുപോലെ തന്നെ മൗനം പാലിച്ച് നിൽക്കുകയും ചെയ്യാം. അതൊന്നും തർക്കമില്ല. ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഇത്രയും കാര്യത്തെ വിലയിരുത്തുന്നതെങ്കിൽ ഇത്രയും പ്രധാനികൾ ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇന്നാണ് മുൻ വാർഡ് മുനിസിപ്പൽ കൗൺസിലർ ശ്രീ ബാസി CPMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ ശ്രീ മുരളീധരൻ്റെ കാര്യം, ശ്രീ മുരളീധരൻ തുടക്കം തൊട്ടേ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. ചാണ്ടി ഉമ്മൻ ഇവിടെ വന്നപ്പോൾ പറയുന്നു LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. MM ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അഭിപ്രായപ്പെടുന്നത്? ഇവിടെ VD സതീശനും കൂട്ടർക്കും ഇതൊരു BJPയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗമാണ്. അതിനെയാണ് കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ശ്രീ മുരളീധരൻ്റെ പാട്ട് കേരളം മനോഹരമായി കേട്ടത്. ഞാൻ എന്ന ഭാവങ്ങളെക്കുറിച്ചുള്ള പാട്ട്, ഈ കുറച്ച് നാഴിക കൂടിയേ ഇത് അവശേഷിക്കൂ എന്ന പാട്ട് കേരളം കേട്ടത് അതുകൊണ്ടാണ്. പിന്നെ ശ്രീ മുരളീധരന് ഈ സന്ദീപ് വാര്യർ വന്നത്
ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതാണ്. പിന്നെ ചിലത് അദ്ദേഹത്തിന് ഈ എസ് കെ സതീഷ് വരും. പക്ഷേ സിപിഎമ്മിന്റെയും ബി ജെ പിയുടെയും ശബ്ദം ചുരുങ്ങിയത് 3 ഘട്ടങ്ങളിലെങ്കിലും ഒന്നായി വരുന്നില്ലേ? ഒന്ന്, ഈ സന്ദീപ് വാര്യർ പാർട്ടിയിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ആളായിരുന്നു, പാർട്ടിയിൽ വലിയ പദവികളൊന്നും വഹിക്കാത്ത ആളായിരുന്നു. അയാൾ പോയതിൽ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് പോലും സന്ദീപ് വാര്യൻ്റെ വരവിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത്. 3, പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി ജമാഅത്തെ അനുയായി എന്ന് വിശേഷിപ്പിച്ചത് വിമർശനത്തിന് അതീതനല്ല. പാണക്കാട് തങ്ങൾ എന്ന നിലപാട് ബി ജെ പിയും സി പി എമ്മും ഒരേ ദിവസം പറയുന്നതും ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചു. ഇവിടെ കെ സുരേന്ദ്രൻ്റെ സ്ക്രിപ്റ്റാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് മുഖ്യമന്ത്രിയും പറയുന്നത് എന്നാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു വെച്ചത്. അപ്പോൾ ചുരുങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെയും ബി ജെ പിയുടെയും ശബ്ദം എവിടെയൊക്കെയോ ഒരുപോലെ ഇരിക്കുന്നുണ്ടോ എസ് കെ സജീഷ്? ചുരുങ്ങിയത് ഈ വിഷയങ്ങളിലെങ്കിലും? ഇല്ല, ഒരിക്കലുമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്ന വാചകം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നതിന് ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പൂർത്തീകരിക്കണം. ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ കടക്കും. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് എറണാകുളം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ടി വി കാണണം എന്ന് ബഹുമാനായ ആദരണീയനായ ശ്രീ കെ കരുണാകരൻ സെബാസ്റ്റ്യൻ പോളിന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി നൽകിയ സന്ദേശം പോലെയാണ് കെ മുരളീധരൻ്റെ പാട്ട് സംരക്ഷണവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും എല്ലാം എന്നറിയാം. അതുകൊണ്ട് അക്കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് വരാം. ഞങ്ങൾ RSSനെതിരായി നേരത്തെ റിജിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാനത് പറയാനാണ് തുടങ്ങിയത്. RSSനും ബി ജെ പിക്കും എതിരായി ശക്തമായ നിലപാട് രാജ്യത്തുടനീളം ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഇവിടെ SDP-യുമായി പരസ്യമായി ചേർന്ന് നിന്ന് വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാകുന്നില്ലല്ലോ ഇവർ. SDP-യും ജമാഅത്തെ ഇസ്ലാമിയെയും ഉൾപ്പെടെ മതരാഷ്ട്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് പള്ളിയിലും മറ്റും നോട്ടീസ് വിതരണം ചെയ്യിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് UDF. ഇത് കാഴ്ചയാണ്, അതിനെ വിമർശിക്കേണ്ടി വരും. അപ്പുറത്ത് ആരെന്ത് പറയുന്നു അല്ല, ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു. ഇവിടെ BJP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ശ്രീ ഡോക്ടർ അരുൺ അറിയാമല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ രാജസ്ഥാനിൽ ഒഴിഞ്ഞുകൊടുത്ത സീറ്റിൽ മത്സരിച്ച് ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തി. BJP-യുടെ നേതാവ് രവനീത് സിംഗ് വിട്ടു ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ കേരളത്തിൽ മത്സരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന KC വേണുഗോപാൽ ഒഴിഞ്ഞുകൊടുത്ത രാജ്യസഭാ സീറ്റിൽ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടുണ്ട്. MP അല്ല, മന്ത്രി ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. രാജ്യത്തുടനീളം BJP-ക്കെതിരായി BJP മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ ബുൾഡോസ് രാജിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ ബൃന്ദാക്കാരാട്ടുണ്ട്. വിൽക്കിൻസ് ബാനു കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ ജയിലറിക്കുള്ളിൽ അടക്കാൻ, BJP പുറത്തുവിട്ടിയ ആളുകളെ ജയിലറിക്കുള്ളിൽ അടക്കാൻ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സുഭാഷ് നിയലിയുണ്ട്. പണം കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനെ നേരിടാൻ വേണ്ടി ഇലക്ഷൻ ബോണ്ടിനെതിരായി കേസ് പോകാനും നിലപാട് സ്വീകരിക്കാനും സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇത്തരം നിലപാടുകൾ രാജ്യത്തുടനീളം പരിശോധിച്ചാൽ അത് കാണാൻ വേണ്ടി കഴിയും. ഇത്തരം നിലപാടുകൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റില്ല. ഒളിഞ്ഞും തെളിഞ്ഞും അവർ ജയിപ്പിച്ചു കൊടുക്കുന്ന പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ വിമർശിക്കേണ്ടി വരും. വിമർശിക്കുന്ന കാര്യത്തിൽ തർക്കവുമില്ല. പിന്നെ ഇവിടെ മറ്റൊന്ന്, ശ്രീ സതീശൻ അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ നല്ല ആളുകൾക്ക് ബോധ്യമുള്ള ശ്രീ വാഴക്കനോട് പറഞ്ഞില്ലേ സുധാകരൻ, നിങ്ങൾക്ക് സതീശനെതിരെ സംസാരിക്കാൻ ഭയമാണെങ്കിൽ മാറിയിരുന്നോളൂ എന്ന് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ അവർ ഈ പത്രസമ്മേളനത്തിൻ്റെ ഇടയിൽ പോലും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നാട് കണ്ടതല്ലേ? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ BJP-യെ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മതനിരപേക്ഷമായ കേരളവും മതനിരപേക്ഷമായ പാലക്കാടും അഥവാ പാണക്കാട് തങ്ങളെ 1234 പള്ളികളുടെ ഖാസിയായ പാണക്കാട് തങ്ങളെ ജമാഅത്തയുടെ അനുയായി എന്ന അവസാന നിമിഷം മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ ലീഗ് പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ലീഗ് അനുകൂല വോട്ടർമാരിൽ ചിലർ സരിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് പോലും തിരിച്ച് UDF-ലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായിരിക്കില്ലേ? ആ ഒരു പരാമർശം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ മുഖ്യമന്ത്രി നടത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ? അതിന് ലീഗ് മറുപടി നൽകിയിട്ടുണ്ട്. പാണക്കാട് തങ്ങളുടെ മുകളിലൊന്നും മെക്കിട്ട് കയറാൻ വന്നാൽ ആരെയും അനുവദിക്കില്ല എന്നാണ് ഷാജി പറഞ്ഞത്. അതുതന്നെയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അനവസരത്തിലായിരുന്നോ മുഖ്യമന്ത്രിയുടെ പരാമർശം? SK സുജീഷ്. ഒരു അനവസരവുമില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് വിമർശിക്കപ്പെടും, വിമർശന വിധേയമാകണം.
താങ്കൾ ഉൾപ്പെടെ പള്ളിയുടെ കാസി എന്നൊക്കെ പറയുന്ന രീതി പോലും ശരിയല്ല. അങ്ങനെയല്ലല്ലോ പ്രയോഗിക്കേണ്ടത്. പല ചുമതലയും വഹിക്കുന്നുണ്ടാകും. ആ ചുമതല വഹിക്കുന്നു എന്നുള്ളതല്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അത് CPM-ൻ്റെതായാലും കോൺഗ്രസിൻ്റെതായാലും മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതായാലും വിമർശിക്കപ്പെടും. അവർ ഏതെങ്കിലും ആരാധനാലയത്തിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ലല്ലോ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള പ്രശ്നം. അവർ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമ്പോൾ SDPIയുടെ വോട്ട് കൂടെ ചേർത്ത് നിന്ന് മതരാഷ്ട്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. ആ വിമർശനം കൃത്യമായി ആ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കുൾപ്പെടെ ഉണ്ട്. അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാം എവിടെയാണ് ഇതിനെയൊക്കെ കൊണ്ടുപോയി മതരാഷ്ട്രവാദത്തിൻ്റെ കൂടെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായ വികാരം ലീഗിനകത്തുൾപ്പെടെ ഉണ്ട് എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാം. അതെല്ലാം സമൂഹത്തിൻ്റെ മുന്നിലുള്ളതാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി പറയാം. അതായത് BJP പ്രതിനിധി കുറേ കാര്യങ്ങൾ ഇവിടെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയണം. അദ്ദേഹത്തിൻ്റെ കർഷകരോടുള്ള സ്നേഹവും കണ്ണീരുമൊക്കെ കണ്ടാൽ നമ്മൾ തന്നെ കരഞ്ഞു പോകും. 700-ലധികം പേർ ഈ രാജ്യത്ത് കർഷകർ സമരം ചെയ്ത് രക്തസാക്ഷിയായിട്ടുണ്ട്. ഇവരുടെ കർഷക നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. 28,000 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ കർഷകർക്കുള്ള സബ്സിഡി വെട്ടിക്കുറച്ചത്, കോർപ്പറേറ്റുകൾക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്തത്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് കാണുമ്പോൾ കേരളത്തിനുൾപ്പെടെ ഏതാണ്ട് 1,600 കോടി രൂപയോളം കാർഷിക രംഗത്ത് തരാനുള്ള പണം കേന്ദ്രം പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ കർഷകരെയും സാധാരണ ജനങ്ങളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മാതൃകാപരമായി തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലൈവത്തോൺ ഉൾപ്പെടെ കാണിക്കുമ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള വികസന മുരടിപ്പ് അവിടെ ദൃശ്യമാണ്. മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ MLAയുടെയും നേതൃത്വത്തിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഒരു വികസന കാഴ്ചപ്പാടുമായിട്ടാണ് സരിൻ ഈ രംഗത്തേക്ക് വരുന്നത്. ഓരോ വിഷയത്തെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു, അതിന് മറുപടി ഉണ്ടാകുന്നു. ആ നിലയിൽ ഓരോന്നിനെ കുറിച്ചും ചിട്ടയായി അദ്ദേഹം വിവരിക്കുന്നു. അതുകൊണ്ട് അല്ല, ഒറ്റ വാചകത്തിൽ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം, അതായത് ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ഒന്ന്, ഇവിടെ BJP പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരൻ്റെ ഒരു വികസന കാഴ്ചപ്പാട്, ചില പ്രതീക്ഷ ഉൾപ്പെടെ ചില വോട്ടുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത്തരം വോട്ടുകളെല്ലാം മതനിരപേക്ഷമായി തിരിച്ച് വികസന കാഴ്ചപ്പാടുമായി സരിനിലേക്ക് വരുന്ന സാഹചര്യമാണ് പാലക്കാട് രൂപപ്പെട്ടു വരുന്നത്. അതുപോലെ തന്നെ മതനിരപേക്ഷത വിജയിക്കുമെന്ന് കരുതി തെറ്റിദ്ധരിച്ച് ഷാഫിക്കും അതുപോലെ തന്നെ UDF-നുമെല്ലാം അനുകൂലമായി പോയ വോട്ടും ഇടതുപക്ഷത്തേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതെല്ലാമാണ് പാലക്കാട് 3 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയനാടും ചേലക്കരയും പാലക്കാടും നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാടിനേക്കാൾ പ്രാധാന്യം പാലക്കാടുണ്ടായത് ഉദിച്ചുയർന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിത്വവും സരിന്റെ മുന്നേറ്റവും ആശയങ്ങളും പാലക്കാട്ടെ ഇടതുപക്ഷ മനസ്സുള്ളവർ ഇത്തവണ ബാലറ്റ് പേപ്പറിൽ നോക്കിയാൽ ആരാണ് പറഞ്ഞത്? ഡോക്ടർ അരുൺ, താങ്കളെ പോലെയുള്ള ഒരാൾ ഉന്നയിക്കേണ്ട ഒരു കാര്യമേ അല്ല. കാരണം EMS മന്ത്രിസഭ, ആദ്യത്തെ മന്ത്രിസഭയിൽ പോലും EMS-ന്റെ ചുറ്റുമുണ്ടായിരുന്ന സ്വതന്ത്രന്മാരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ പറ്റാത്തത് കൊണ്ട് മറുകണ്ഠം ചാടി വന്നയാളെയാണോ നിങ്ങൾ കൃഷ്ണയ്യരെ പാർട്ടിയിലെടുത്തത്, സ്ഥാനാർത്ഥിയാക്കിയത്? മേനോനെ നിങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കിയത് മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് സീറ്റ് കിട്ടാത്തതിന് സുപ്രഭാതത്തിൽ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നതിനാണോ? ഒറ്റ സംശയം തിരിച്ച് ഞാൻ ചോദിക്കട്ടെ. ഒറ്റ സംശയം. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അട്ടിമറിക്കാൻ വേണ്ടി നടന്ന ഏറ്റവും പിന്തിരിപ്പനായ സമരം, വിമോചന സമരം, അമേരിക്കൻ CIAയുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ B. വില്ലിംഗ്ടൺ 1957 കഴിഞ്ഞ് 59 പിരിച്ചുവിട്ട് 67 EMS ഗവൺമെന്റ് ആകുമ്പോൾ ആ B. വില്ലിംഗ്ടൺ പിന്നെ എന്താണ് EMS ഗവൺമെന്റിലെ രാഷ്ട്രീയമായി വിമർശനം ഉന്നയിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ഈ P. സരിൻ. ആ P. സരിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. എൻ്റെ ഒരു കൺസേൺ, എൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ ഇത് ചർച്ച ചെയ്യാൻ സാധിച്ചു, ത്രികോണ മത്സരം നടത്തി. അതിന് നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയോട് നന്ദി ഉണ്ടാവണം എന്നാണ് കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത്. കരുത്തുള്ള, ഇടപെടാൻ ശേഷിയുള്ള, ആ മണ്ഡലത്തിന്റെ മർമ്മം അറിയാവുന്ന ഒരാൾ ഡോക്ടർ സരിനായതുകൊണ്ട്
പാലക്കാടിന്റെ തുടർ ഭാഗധേയം നിർണ്ണയിക്കാൻ അതെ, അദ്ദേഹത്തിന് കോൺഗ്രസ് കഴിയുമെന്നുള്ളത് ഊട്ടി വളർത്തിയ കൊണ്ട് സരിൻ 1.5 വർഷക്കാലം എന്നുകൂടി പറയൂ, തുടർന്ന് എസ് ഈ കെ സതീഷ്. ഗവൺമെന്റ് വികസന പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ സരിന് കഴിയുമെന്നുള്ളത് കൊണ്ട് സരിനെ സ്ഥാനാർത്ഥിയാക്കി. അത് ശരിയായിരുന്നു എന്ന് പാലക്കാട് ശരി, തെളിയിക്കുകയും ചെയ്യും. 21-ാം തീയതി അറിയട്ടെ. Debate with Dr. Arun Kumar.